ചൈനീസ് ടച്ച് അല്ലെങ്കിൽ അതൊരു അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഫോട്ടോ ഷൂട്ട് കണ്ടില്ല. ഇതാ ഞങ്ങളിനിയിപ്പോൾ ഇവിടുന്ന് ഇതിവിടെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇവിടുന്ന് മെല്ലെ ഇനി കുറേ സാധനം നടക്കട്ടെ. അതാ നമ്മുടെ ഉഴുന്നുവടൻ്റെ വലിയ സാധനം. ഉണ്ണീന്ന്. ഓക്കെ, ഇവർക്ക് എല്ലാവർക്കും നിക് നെയിം ഉണ്ട് കേട്ടോ നാട്ടില്. എല്ലാവർക്കും എൻ്റെ മറ്റൊരു കിടിലൻ വീഡിയോയ്ക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നേപ്പാളിലാണുള്ളത്. എങ്ങനെ ഇവിടെ എത്തി, എത്ര ദിവസം യാത്രയായിരുന്നു, എന്തൊക്കെയായിരുന്നു ഡീറ്റെയിൽ എല്ലാം കാണാം. ഞങ്ങളിപ്പോൾ കാഠ്മണ്ഡു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാഠ്മണ്ഡു പോണ വിശേഷങ്ങളാണ് എനിക്ക് കാണാൻ പോണത്. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ എങ്ങനെ എത്തി എന്നുള്ളതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. എൻ്റെ പഴയ എപ്പിസോഡൊക്കെ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് നേരെ കാഠ്മണ്ഡു വിടാം. ഏരിയ നമ്മളിത്തിരി ഹൈ റേഞ്ച് ഏരിയയൊക്കെ എത്തിയിട്ടാ. ഫുള്ള് ലാൻഡ് സ്ലൈഡിങ് നടന്ന പോലത്തുള്ള ഏരിയസ് ആണ്. നമ്മൾ കുറേ ഇങ്ങോട്ട് വന്നപ്പോ ഒരു ടൗൺ ഏരിയ എത്തിയിട്ടാ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ വന്ന് കുറച്ച് ഇങ്ങോട്ട് കയറി വന്നിട്ടാ. വരുന്ന വഴിയിൽ വിഷ്വലൊക്കെ നിങ്ങളെ കണ്ടല്ലോ, അടിപൊളിയായിരുന്നു. വല്ലാത്തൊരു സന്തോഷമുള്ള മൂമെന്റ്സ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ഒരു കൺട്രിയാണ്, അല്ലെങ്കിൽ മീൻസ് ആദ്യമായിട്ട് പോകുന്ന ഒരു ഇൻ്റർനാഷണൽ കൺട്രിയാണ് നേപ്പാൾ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് സന്തോഷമൊക്കെ ഉണ്ട്. എനിക്കറിയില്ല, ഞാനും അനൂപും പണ്ട് നെല്ലിയാമ്പതി പോകുമ്പോൾ തുടങ്ങിയതാണ് കേട്ടോ. വ്ളോഗൊക്കെ ചെയ്ത് നെല്ലിയാമ്പതി പോകുമ്പോൾ ട്രാവൽ വീഡിയോ എന്ന് പറഞ്ഞിട്ട് നെല്ലിയാമ്പതിക്കാണ് ഫസ്റ്റ് ചെയ്യണ വീഡിയോസ്. എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി. അപ്പോൾ ആ നെല്ലിയാമ്പതി ട്രാവൽ വീഡിയോയിൽ നിന്നിട്ട് ഞാനിപ്പോൾ നേപ്പാളിലെത്തിയിട്ട് വീഡിയോസ് ചെയ്യാമെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ കേൾക്കുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഏതോ ഒരു പാലത്തിനാണ്. നമ്മൾ കാഠ്മണ്ഡു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കിടിലൊരു തൂക്കുപാലം കണ്ടു. അധികം ബൈക്കൊക്കെ കൊണ്ടുവരാം. അപ്പോൾ ആ തൂക്കുപാലത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതെ, അപ്പോൾ വിനീതൻ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ചില്ലായിട്ട് ഇതാണ് നമ്മളെടുത്ത് കാറ്, ഇതാണ് ആ ഒരു എമൗണ്ട് കൊടുത്തത്. എന്തായാലും അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കുക, കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ സോ ഹാപ്പി, അത്രേ പറയാനുള്ളൂ. നമ്മളില്ലേ, ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷേ എന്താണെന്ന് അറിയില്ല, യാത്രകൾ എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ പോകുന്നത് നേപ്പാളിൽ എത്തിയിട്ടാണ്. ഹാപ്പി. എനിക്കറിയില്ല, ഞാൻ എക്സൈറ്റഡ് ആണ്, വളരെ എക്സൈറ്റഡ് ആണ്. എനിക്കൊന്ന് ട്രെയിൻ ജേർണിയിൽ 4 ദിവസം വരുമ്പോൾ ഇത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല, ഉണ്ടാവില്ല. കാരണം ട്രെയിൻ ജേർണിയിൽ ഡേ ഇൻ മൈ ലൈഫ് എപ്പോഴും നമുക്ക് ഒരുപോലെയായിരുന്നു. അതുകൊണ്ട് ജിഷ്ണു ക്യാമറയൊക്കെ ഓക്കെ അല്ലേ, ഒക്കെ സെറ്റാക്കി നമുക്ക് ഫോട്ടോ എടുത്ത് പൊളിക്കണം. ഇതൊരു ട്രാൻസ്പോർട്ടാണ് തോന്നുന്നത് കേട്ടോ. ബസ് കണ്ടില്ല, ഫുള്ള് ആൾക്കാരാട്ടാ. വണ്ടി കാണുമ്പോൾ നമ്മുടെ ചെറുക്കനെ നമ്മൾ മിസ്സാകുന്നുണ്ട് കേട്ടോ. നേപ്പാൾ നമ്പർ പ്ലേറ്റ് ഒക്കെ കണ്ടില്ലേ നിങ്ങൾ. അങ്ങനെ ഞങ്ങൾ നടന്ന് തൂക്കുപാലത്തേക്ക് എത്തിയിട്ടാ. ഏതാ ഫീല് നോക്കിയാ കണ്ടാ, അടിപൊളിയല്ലേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. നല്ല വിഷ്വലൊക്കെ അങ്ങ് എത്തുമ്പോൾ നല്ല വിഷ്വലൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. രക്ഷയില്ല കേട്ടോ, എനിക്ക് എന്താ പറയേണ്ടതറിയില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എനിക്കൊന്ന് ഇന്നൊരു ദിവസം കൂടെ കഴിയുമ്പോൾ, നാളെയും കൂടെ കഴിയുമ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ മാറുള്ളൂ. ആ എക്സൈറ്റ്മെൻറ്റ് മാറിക്കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളൂ കേട്ടോ. ഇവിടെ കുറേ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചില്ലടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നിന്നുള്ള ആ പുഴയിലാണെങ്കിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഇത് റോഡുണ്ട്, എന്തായാലും അടിപൊളി കേട്ടോ. ഒരു ചെക്കനെ അവിടെ ഉണ്ട് കേട്ടോ, കുടുങ്ങിയിട്ടാ. ഓനാണ് ഇവൻ്റെ കൂടെ വരണം എന്നാ പറയണേ. ആ ചെക്ക് കുടുങ്ങിയിട്ടാ ജിഷ്ണുവിൻ്റെ പിന്നാലെ തന്നെ വന്ന് ഒരേ കരച്ചിട്ട്. പക്ഷെ ഞങ്ങളവിടെ ഓനൊരു ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തിട്ട് അവിടെ ഇരുത്തി. കാരണം ആ ഷോപ്പ് തന്നെയാണ് അവൻ്റെ വീടും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ കാറിക്ക് പോവാണ്. ലെറ്റ്സ് ഗോ കാഠ്മണ്ഡു. അപ്പോൾ അടിപൊളിയാണ് കാഴ്ചകൾ. എന്തായാലും തുടക്കം തന്നെ അടിപൊളിയായി, ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷവാനാണ്. ഞങ്ങൾ അവിടുത്തെ തൂക്കുപാലത്തിൻ്റെ വിഷ്വലൊക്കെ ഉണ്ടല്ലോ, വേറെ ലെവൽ സാധനം. അപ്പോൾ ഞങ്ങൾ എന്തായാലും കാറിക്ക് നടക്കുന്നു. ലെറ്റ്സ് ഗോ. പോണ വഴി ഇതുപോലെ നല്ല നല്ല കാഴ്ചകളുണ്ട്, നമുക്ക് കാണാം. അങ്ങനെ മച്ചാന്മാരെ നമ്മൾ ആ തൂക്കുപാല കണ്ട് കുറേ മുന്നോട്ട് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്ക് കുറേ നമ്മളിങ്ങോട്ട് കയറി കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ കാണുന്നത് ഫുള്ള് മഴയും കോടമഞ്ഞും മാത്രമാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു വിഷ്വല് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ടയേർഡാണ്, വണ്ടിയിൽ ഇരുന്ന് ആകെ സീനാണ്. കണ്ടില്ല നിങ്ങൾ, പുറത്ത് നോക്കുന്ന ഒരു വിഷ്വൽ കയറി ഫുള്ള് കോടമഞ്ഞും മഴയും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അക്കു
ഫോണ് കളയല്ല ഇല്ല കളികളില്ല. കണ്ടില്ലേ വിഷയം അടിപൊളിയായിട്ട്. അപ്പൊ കോടമഞ്ഞിലൂടെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ മുന്നോട്ട് ഇനി ഒരു 10-70-80 കിലോമീറ്ററിനടുത്ത് ഞങ്ങൾ കയറി ഒരു ഏരിയ എത്തി. നിങ്ങൾ വരുന്ന വഴിയൊക്കെ കണ്ടല്ലോ, ഒരു രക്ഷയില്ലാട്ടോ കോടമഞ്ഞ്, ഒരു രക്ഷയില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ ആള് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ് നമ്മുടെ ആൾ. അപ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ പബ്ലിക്കായിട്ടൊന്നും നമ്മുടെ നാട്ടിലെ പരിപാടി പോലെ റോഡ് സൈഡിൽ നിന്ന് ഒഴിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ കോടമഞ്ഞായിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളെ തിരിച്ചറിയില്ലാണ്ടില്ല. ഇവിടെ ഒരു വണ്ടി നിൽക്കുന്നുണ്ട്, അത്രയും കോടമഞ്ഞാണ്. ഇപ്പോഴും നമ്മൾ കയറിക്കൊണ്ടിരിക്കേണ്ടത്, എത്ര നേരം കയറണം എന്നറിയില്ല. പിന്നെ നമ്മൾ മേ ബി ഇതുപോലുള്ള സ്കോർപ്പിയിലായിരിക്കും ബാക്കി. ഇനിയിപ്പോൾ കാഠ്മണ്ഡു എത്തിയിട്ട് അവിടെ നിന്ന് പോകല്ലേ. എനിക്ക് ആ പേരൊന്നും കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യാൻ കിട്ടുന്നില്ല. എന്തായാലും വണ്ടിയിൽ നിന്ന് ടയേർഡ് ഇട്ടാൽ ഇന്നോവ ആണെങ്കിലും ഇരിക്കാൻ സുഖമുണ്ട്. പക്ഷേ അറിയില്ല, എനിക്ക് പണ്ട് മുതലേ വണ്ടിയിലിരിക്കുമ്പോൾ ചെറിയ സമ്മർദ്ദമൊക്കെ ആകണം, ആ ഒരു ഫീലാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം കേട്ടോ. നല്ല നല്ല കിടിലൻ കാഴ്ചകളാണ്. കണ്ടില്ലേ, കാഴ്ചകളിതൊന്നും പറയാനില്ല, ഫുള്ള് കോടമഞ്ഞ് മാത്രം. കുറേ സാധനമാണ് കേട്ടോ. അതാ നമ്മുടെ ഉഴുന്നുവടൻ്റെ വലിയ ഉഴുന്നുവടേൻ്റെ വലുത് കുറേ ഉണ്ട് കേട്ടോ ഐറ്റംസ്. കടല, മാഗി, അങ്ങനെ മുട്ട, കാര്യങ്ങൾ കുറേ ഉണ്ട്. എന്തെങ്കിലും കഴിക്കട്ടെ. ഞങ്ങളവിടെ ഒരു കടി വന്നിട്ട് ഫുള്ള് സീനാട്ടാ. നമ്മളിവിടെ ഇങ്ങനെ ഓരോ സാധനം ചോദിച്ചോണ്ടിരിക്കുക. അനുപാണി ഹിന്ദിയും നേപ്പാളീസും പഠിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. അനുപാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാം പഠിക്കണമെന്ന്. നമ്മളിത് ഓ മലയാളം ये केरला का ഭാഷ. നമ്മൾ ഇവിടുന്ന് ഒരു മാഗി ഓർഡർ ചെയ്തിരിക്കാൻ കേട്ടോ. സാധനം രസമുണ്ട്, കഴിച്ചു നോക്കാം. ജിഷ്ണു ഓക്കെ അല്ലടാ? 2 കോഴി കഴിഞ്ഞിട്ടാ അടുത്തൊരു കോഴി കിട്ടാ. അത് ശരി. സച്ചു അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കട്ടെ. നമ്മുടെ മലയാളികളിലെ വീട്ടിൻ്റെ അവിടെയുള്ള ഒരു വീഡിയോ കോൾ ചെയ്തിട്ട് അവരോട് ഞങ്ങളെ നേപ്പാൾ എത്തി, കാരണം അവര് വിശ്വസിക്കില്ലട്ടോ നേപ്പാൾ എത്തി പറഞ്ഞിട്ടില്ല. ചിലവര് വിശ്വസിക്കില്ല നേപ്പാൾ എത്തി പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ അവരായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കട്ടെ. അവര് ഹായൊക്കെ പറയിപ്പിക്കുക ഫാമിലി ആയിട്ട് വിളിച്ചിട്ട്. സിമ്മൊക്കെ എടുത്തല്ലോ, അതുകൊണ്ട് ഹൈ റേഞ്ചില് റേഞ്ച് ഉണ്ട് ഇല്ലേ. അതാണ് ഒരു ഇത്. ഇത്ര ഹൈറ്റ് വന്നാലും അവിടെ റേഞ്ച് ഉണ്ട്. അതാണ്. എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ. കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഇനി കുറെ ദൂരം പോവാനുണ്ട്. हम लोग एक सॉन्ग एक ट्यून बोलेगा, आप ऐसे करेगा? मुझे नहीं आता, सीख रहा हूँ। पार्ट बोल हाँ हाँ कर അത് വേണ്ട മറ്റേ ഇത് പാട് ഓക്കെ റെഡി. ആലായാൽ താര വേണം, ആടുത്തോരമ്പലം വേണം, ആയിരൊരു കുളിപ്പാന കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചന്ദനം. നമ്മളിത് അവിടെ നിന്നതാ ആ ദീദീൻ്റെ കടയിലായിരുന്നു കേട്ടോ എത്ര നേരം. അടിപൊളിയായിട്ടാണ് ഗിത്താറൊക്കെ വായിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് വായിക്കാൻ അറിയോ അറിയില്ല എന്നല്ല, പക്ഷെ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ആദ്യമായിട്ടൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് വരുമ്പോൾ ആ ഒരു കിട്ടുന്ന എക്സ്പീരിയൻസ് വേറെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നേരത്തെ കണ്ട വിഷ്വലിൽ ഫുള്ള് കോടമഞ്ഞുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഏകദേശം കോടമഞ്ഞൊക്കെ പോയി ഏകദേശം ക്ലിയർ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവൻ്റെ അടുത്ത് ബായ് ബായ് പറഞ്ഞ്, ഇതാണ് നമ്മുടെ ഡ്രൈവർ അല്ല, ഇവൻ്റെ അടുത്ത് ബായ് ബായ് പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് നേരെ മുന്നോട്ട് പോവാം. മുന്നോട്ട് കിടിലൻ കാഴ്ചകളായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ലെറ്റ്സ് ഗോ.
ഇന്നോവ ആണെങ്കിലും ഇല്ലേ ഈ ഹൈ റേഞ്ച് ഏരിയയിൽ ഇരിക്കുമ്പോഴുള്ള തലയ്ക്കുള്ള ആ പ്രഷർ അത് വല്ലാത്ത പ്രഷറാണ്. എന്തായാലും ഞങ്ങൾ വേറൊരു ഏരിയയും കൂടെ എത്തി, അവിടെയും കൂടെ വണ്ടി നിർത്തി ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വന്നിട്ട്. അക്കു ഉറങ്ങിയില്ല കുറച്ചു നേരം കണ്ണടച്ചാ? അക്കു സത്യം പറയണില്ല കേട്ടാ. ഇവിടെ നിന്നുള്ളൊരു കിടിലൻ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടു നോക്കി ഞെട്ടും, ഞാൻ തന്നെ കണ്ട് ഞെട്ടി. നമ്മളെ ചിത്രം വരച്ച് വെക്കില്ലേ അതുപോലൊരു ഫീല് മൊത്തത്തിൽ. അടുത്തൊരു ചെക്ക് പോസ്റ്റും കൂടെ കഴിഞ്ഞിട്ടാ. പറഞ്ഞോ നിന്റെ പേരെന്താന്ന് പോലീസ്? എന്റെ പേര് എന്റെ ചെസ്റ്റിലുണ്ട് വായിക്കുന്ന ആള്. ഞങ്ങൾ അടുത്ത ചെക്ക് പോസ്റ്റും കൂടെ കഴിഞ്ഞിട്ടാ. അപ്പൊ ഇവിടെയും കൂടെ ബില്ലൊക്കെ കൊടുത്ത് നല്ല കയറി സീറ്റ് ബെൽറ്റ് കിട്ടി. ഇനിയിപ്പം നേരെ കാശ്മീരിക്ക് ഒരുങ്ങി. എത്ര കിലോമീറ്റർ? 20-25 കിലോമീറ്റർ ഉണ്ടാവില്ല അക്കു? 25. ആഹാ, ടൈം കുടിക്കുന്നുണ്ട്. റോഡ് ഭയങ്കര മോശമായിരിക്കില്ലേ? അയ്യോ, വീണ്ടും 4 മണിക്കൂറത്തെ യാത്രകൾക്ക് ശേഷം ഞങ്ങൾ കാശ്മീരിൽ എത്തി. റൂമിന്റെ അവിടെ എത്തിയിട്ടാ. ഓ, അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി അല്പം പോയി വിശ്രമിക്കാം. അതാ എൻസിൽ നമ്മളെടുത്ത സിമ്മിന്റെ ഷോറൂമാണ് കൊണ്ടിട്ട് അവിടെ. എല്ലാം എടുത്തോ? അതെന്റെയാണ്, വിനിതാന്റെ തന്നെ, അനുവിന്റെ. അപ്പൊ ഞങ്ങള് ബാഗ് എടുത്തിട്ട് നേരെ റൂമിൽ പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. കാരണം ഫുള്ള് ടയേർഡാണ്. ഇന്നോവയിൽ ഇരുന്നിട്ട് പൊന്നെ എന്താ പറയാ, തലയിലില്ല ഒരു ലോഡ് വെച്ച പോലെ. കാരണം നല്ല ഹൈറ്റും കയറി വരല്ലേ, അപ്പൊ അതുകൊണ്ട് നല്ല ടയേർഡ് ഉണ്ട്. കാരണം ചെവിയൊക്കെ അടഞ്ഞ പോലെയും തലവേദന മൊത്തം സീനാണ്. എന്തായാലും ഞങ്ങളിതാ എല്ലാവരും ബാഗ് എടുത്ത് ഫുള്ള് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. ജിഷ്ണു ഇറങ്ങില്ല, ജിഷ്ണു ഇറങ്ങില്ല, മോനാ നല്ല സുഖമല്ലോ ഉറങ്ങാൻ. ഫുള്ളാരമ്പാട്ടോ, ഫുള്ളാരമ്പാണ്. കാര്യം കൊണ്ട് വന്നിട്ട് ഫുള്ളാരമ്പാണ്. നമ്മളിപ്പോ റൂമിക്ക് നടന്നോണ്ടിരിക്കട്ടാ. അയ്യോ അയ്യ, വണ്ടിയിലിരുന്നിട്ട് ടയേർഡായിട്ടില്ലേ, ഉറങ്ങി നടക്കണതിന്റെ ഒരു ഇതാണ്. അത് റെഡിയാവും. ഇവിടെയൊക്കെ നല്ല സ്ട്രീറ്റ് ഫുഡുകളുണ്ട്, കണ്ടില്ലേ ഞങ്ങള്? നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് കഴിക്കാട്ടാ. നല്ല നമ്മൾ കുറെ ഇങ്ങനെ ഉള്ളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഹോട്ടലിൽ എന്തായാലും നമ്മൾ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്നോ ഇവിടെ കണ്ടില്ലേ, റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി കമ്പി ഇട്ടിരിക്കുകയാണ്. അവിടെ ഫുള്ള് വർക്ക് ചെയ്യാൻ വേണ്ടി കമ്പി ഇട്ടിരിക്കട്ടെ. അതിൻ്റെയൊക്കെ ബാക്കിയാണ്. ഞങ്ങൾ എന്തായാലും ഹോട്ടലിലേക്ക് കയറട്ടെ. മോനാ ജിഷ്ണു, അരെ ക്യാ കരേഗാ അരെ യാ. പാതിരാത്രിക്ക് സൺഗ്ലാസ് ഇട്ടിട്ട് ജിഷ്ണു. അപ്പൊ എന്തായാലും നമ്മൾ കയറി നോക്കട്ടെ കേട്ടോ റൂം. ഇവിടെയുള്ള മെയിനായിട്ടുള്ള സ്ഥലം ഇതൊക്കെയാണ്. ഇതിൽ ഏതൊക്കെയാണ് ഞങ്ങൾ പോകണമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇവിടെ നിന്ന് റൂം എത്തിക്കണം, അതൊരു വല്ലാത്ത ആശ്വാസമാണ്. കുറച്ചൊന്ന് റിലാക്സ് ചെയ്യണം. എന്നിട്ട് ഈവനിങ് നമുക്ക് ഇറങ്ങാട്ടാ. ഫോട്ടോ ഷൂട്ട് കണ്ടില്ല, ഇതാ ക്യാമറാമാൻ അനുവിന്റെ ഒപ്പം ജിഷ്ണുട്ടാ. ജിഷ്ണു അവിടെ പോയാല് യുദ്ധത്തിൽ നിൽക്കണ പോലെ കേട്ടാ. നമ്മുടെ എന്താണ് ലിയോ ഇറങ്ങിയില്ലേ, ലിയോ മൂവിയില് മറ്റേ വിജയും മറ്റേ നിന്നില്ലേ, വളയും കൊണ്ട് നിന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ജിഷ്ണുവിന്റെ കാര്യം കേട്ടാ. അതെ, വിജയ് സേതുപതി വിജയ് പോവല്ലേ, റൂം പോവല്ലേ. ഞങ്ങൾ എന്തായാലും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നില്ല. അങ്ങനെ മച്ചന്മാരെ നമ്മളിതാ ഇവിടെ കാശ്മീർ കയറി റൂം എത്തി. അക്കുവിന്റെ ബ്രദർ വന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇതാണ് നമ്മളൊരു റൂം ബുക്ക് ചെയ്തിട്ട് അത് നമുക്ക് ട്രാവൽ ഏജൻസി തന്നെ റെഡിയാക്കി തന്നാണ്. കുഴപ്പമില്ല, നല്ല ടൗണിൽ തന്നെയാണ്. അത്യാവശ്യം AC ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല, ഫാൻ ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും ഇതാ ഇവിടെ നിന്ന് മെല്ലെ ഇറങ്ങുകയാണ്. നേരെ ഇറങ്ങിയിട്ട് പുറത്തത്തെ നല്ല കിടിലും കാഴ്ചകളെ കാണാൻ പോണേ. അക്കുവിൻ്റെ ബ്രദർ ഉണ്ട്, അക്കുവിൻ്റെ ബ്രദറിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ പണ്ട് കണ്ടാണ്, ആളിവിടെ 4 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ലൈവൊക്കെ പോയിട്ട് നമ്മുടെ സബ്സ്ക്രൈബറായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ ദ സപ്പോർട്ടിങ് ഗൈസ്. ഇത്ര ദിവസമായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഇനിയും കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ ഇറങ്ങാം. ഞങ്ങളിത് ഒന്ന് കഴിയൊന്ന് ഫ്രഷ് ആയി നേരെ ഇറങ്ങാം കേട്ടോ. പുറത്ത് നല്ല നൈറ്റ് ലൈഫ് അല്ലെങ്കിൽ കിടിലൻ കാഴ്ചകൾ കാണാം. അപ്പോൾ ഗൈസ് അക്കുവിൻ്റെ ബ്രദർ വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് അക്കുവിൻ്റെ ബ്രദർ. ബ്രോ പേരെന്ന് പറയോ? പേരെന്ന് പറയോ? പറഞ്ഞോ, പറ പേര് പറ. ഉണ്ണീന്ന്. ഓക്കെ, ഇവർക്ക് എല്ലാവർക്കും നിക് നെയിം ഉണ്ട് കേട്ടോ നാട്ടില്. അക്കു, അതെ, അക്കു, ഉണ്ണി. അപ്പൊ ഇവര് ഇങ്ങനെയല്ല, കുറെ ബ്രദേഴ്സ് ഉണ്ട് ഇവര്. ഞാനിവര്
നേരെ മൂത്ത. ഓക്കെ, ഇവർക്ക് കുറെ ബ്രദേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ പണ്ട് കണ്ടാണ്, എനിക്ക് തോന്നുന്നു 2017 ഉണ്ട് ഞാൻ അങ്ങോട്ട് വന്ന് കണ്ണൂർ. 18 18 ഞാൻ കണ്ണൂർ വർക്ക് ചെയ്യുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അന്നത്തെ കുറെ മെമ്മറീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇനി അയവിറക്കണം. അപ്പൊ ഞങ്ങൾ വേഗം കൂടെ ഇറങ്ങട്ടെ, പുറത്ത് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പോവാ. അനുപ പോലെ എല്ലാവരും റെഡി ആയിട്ട് നമ്മളിങ്ങനെ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ടൗണിൽ പോവാ, എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണാം. സ്ട്രീറ്റ് ആക്റ്റീവാണ് ഫുള്ള്. നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. അവിടേക്ക് നല്ല 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 കിടില ഹോട്ടൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ലാഗാണ്. ഇവിടെയുള്ള ഹോട്ടല് കാര്യങ്ങളൊക്കെ ഇല്ലേ കണ്ടാ, ഫുള്ള് ചൈനീസ് ടച്ച് ഒക്കെ ഉണ്ട് കേട്ടാ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ചൈനീസ് ആൾ പറഞ്ഞ അക്കുൻ്റെ ബ്രദർ പറഞ്ഞ ചൈനീസ് നല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് ഈ സ്ട്രീറ്റിലെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു അപ്ഡേഷനും ചൈനീസ് ബേസ് ചെയ്തിട്ടാണ്. കാരണം ചൈന അടുത്താണ്, കുറേ ഇതിൽ ചൈനീസ് ബോർഡറൊക്കെ വെക്കുന്നുണ്ട്. ചൈനീസ് ആൾക്കാർ ടൂറിസ്റ്റുകൾ അത്യാവശ്യം വരുന്നുണ്ട് കൊണ്ട് കേട്ടോ അവിടേക്ക്. ഇത് മെയിൻ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസ് ആണെന്ന് പറഞ്ഞു കേട്ടോ. 11 മണി കഴിഞ്ഞ് ഇവിടെ നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഒരു 2-3 മണി വരെ ഫുൾ ആക്റ്റീവ് ആയിരിക്കും. ഇപ്പം ശരിക്കും ആക്റ്റീവായിട്ടില്ല, ആക്റ്റീവായി വരുന്നല്ലോ കേട്ടോ. കിടില ഷോപ്പുകൾ. ഒരു പബ്ബിലേക്കാണ് വന്നതുകൊണ്ട് ഒരു മ്യൂസിക് ബാൻഡ് പരിപാടിയൊക്കെ ഇല്ല. അത് ശരിക്കും ഉദ്ദേശിച്ച പബ്ബാണോ ചോദിച്ചു പറഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ള പബ്ബാണ്. ഞങ്ങളിപ്പോൾ കയറിയ സ്ഥലം അതെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടില്ലേ ആ സ്ഥലം വന്നിട്ട് ശരിക്കും ഓൺ ആവണേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് നടന്നിട്ട് അവിടെ നല്ല കിടിലം കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇനി മുന്നോട്ട് ഇങ്ങനെ സ്ട്രീറ്റുകളാണ്, എല്ലാം നടന്ന് കാണണം, എല്ലാം ആക്റ്റീവ് ആവണമല്ലോ. ആക്റ്റീവ് ആയ ശേഷം വരാം. സ്ഥലങ്ങൾ എവിടെ കണ്ടാലും ഫോട്ടോ എടുക്കണം കേട്ടോ. അപ്പം മാരി കുട്ടി തൂറ്റി ഞാൻ ലൈവ് പ്രോഗ്രാം ഉണ്ടെന്നാ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കയറി നോക്കാട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ദർബാർ പാലസ് എന്ന് പറഞ്ഞിട്ടൊരു പാലസ് കിട്ടും. എനിക്ക് തോന്നുന്നു നേപ്പാളിൽ തന്നെ പണ്ട് ഓക്കെ ദർബാർ പാലസ് ഈസ് വെരി നൈസ്. അടിപൊളി സാധനം. പകല് വന്നത് കാണുമ്പോൾ തന്നെ വേറെ തന്നെ ഫീൽ ആയിരിക്കും. പിന്നെ ഇത് പണ്ട് രാജഭരണം ഉണ്ടാകുമ്പോൾ, നേപ്പാളിൽ രാജഭരണം ഉണ്ടാകുമ്പോൾ ഉണ്ടായിരുന്നുള്ള രാജ കൊട്ടാരം എന്നൊക്കെ വേണമെങ്കിൽ പറയില്ലേ, അതുപോലത്തെ ഒരു കൊട്ടാരം കേട്ടോ. അതിലൊന്നാണെന്നാണ് പറഞ്ഞ് എനിക്കറിയാവുന്ന അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടുത്തെ നല്ല വിഷ്വൽസും കൂടെ കാണിച്ചു നമ്മൾ റിട്ടേൺ ആ പരിപാടിയൊക്കെ കണ്ടില്ല, അങ്ങോട്ട് പോകണമായിരിക്കട്ടെ. ഇത് കാണാൻ വേണ്ടി നമ്മൾ 1 കിലോമീറ്റർ നടന്നു വന്നതാണ്. അടിപൊളി സ്ഥലങ്ങൾ കേട്ടോ, കുറേ കാണാനുണ്ട്. ഇതിൽ ചരിത്രപ്രധാനമായിട്ട് കുറേ സംഭവങ്ങളുണ്ട്. എനിക്ക് അറിയാവുന്നത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷെ എന്തായാലും കാണാൻ വേറെ തന്നെ ഒരു വൈബ് കേട്ടോ. പഴയ രാജകൊട്ടാരങ്ങൾ, നേപ്പാളിലെ രാജകൊട്ടാരങ്ങൾ എങ്ങനെയുണ്ടോ ആ സാധനങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടാ, ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗം കേട്ടോ. ഇവിടെ കുറേ പേര് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ ടൂറിസ്റ്റുകൾ. ഈ ചൈനീന്നാണ് മെയിൻ. ഇവിടെ നല്ലൊരു പീസായിട്ടുള്ള ഏരിയ കേട്ടോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം നിന്ന് ഇതൊക്കെ ആസ്വദിക്കാം. അടിപൊളി എന്തായാലും. അപ്പോൾ നമ്മുടെ പിള്ളേരതാ അവിടെ നിന്ന് ഇങ്ങനെ വൈബായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അക്കോ ഇവിടെ നടന്ന് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ. വേറൊരു സൈഡ് വന്നു, ഇതിൻ്റെ മെയിൻ ടെമ്പിളുള്ള ഏരിയക്ക് വന്നു. പക്ഷേ ഇവിടെ എന്തോ ഫെസ്റ്റിവൽ നടക്കുകയാണെന്നാണ് പറഞ്ഞത്. കണ്ടില്ലേ, തീർത്ഥമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ വന്ന ടൈം എന്തായാലും അടിപൊളി ഫെസ്റ്റിവൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ പൂജാ കർമ്മങ്ങൾ. അപ്പോൾ അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദേശമുള്ളൂ. ഇവിടെ നിന്നിട്ട് ആ ഒരു ചന്ദ്രൻ്റെ വ്യൂ കണ്ടങ്ങൾ ആ ഒരു ഏരിയയിൽ, അത് വേറെ തന്നെ ഒരു മൂടിക്കാം. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇഷ്ടം പോലെ നല്ല തിരക്കുണ്ട്. നമ്മുടെ പിള്ളേർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇത് ഏറ്റവും ഹൈലൈറ്റ് ആ ചന്ദ്രനാണ് കേട്ടോ. അടിപൊളി. ഇവിടുത്തെ ഒരു കെട്ടിടങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ പണ്ട് മുതലുള്ള രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്തുള്ള കെട്ടിടങ്ങളാട്ടോ. എല്ലാത്തിലും അങ്ങനത്തെ ഒരു ചൈനീസ് ടച്ച് അല്ലെങ്കിൽ അതൊരു അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇതിവിടെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇവിടുന്ന് മെല്ലെ ഇനി തിരിച്ച് നടക്കാം. ഇനി ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോ? ഇതിലങ്ങനെ ഇറങ്ങിയിട്ട് എക്സിറ്റ് ചെയ്യാം അല്ലേ. നമ്മൾ ആ ഒരു ഏരിയ കൂടെ എക്സിറ്റ് ചെയ്യണമായിരിക്കും. ഇതൊക്കെയാണ് നേപ്പാളിലെ കിടിലം കാഴ്ചകൾ. ഇതുപോലെ നമ്മൾ ഇനിയും തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ.
ട്രാഫിക് ബ്ലോക്ക് കിട്ടാം. നമുക്ക് നടക്കാനുള്ള വഴിയുണ്ട് നോക്കട്ടെ. സൈഡിലാണ് ഈ കച്ചവടക്കാരനെ കൊണ്ട് ഫുള്ള് നിറഞ്ഞിട്ടുള്ളതില്ല, അതുകൊണ്ട് ഈ സൈഡ് നടക്കാനും കഴിയില്ല. ഫുള്ളൊരു വ്യൂ അടിപൊളി കേട്ടോ. ഇവിടെ എല്ലാ സ്ഥലത്തും സെയിം മാർക്കറ്റ്, ഫുഡുകൾ, അതുപോലെ ടെമ്പിൾസിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഏരിയയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ്. ഞാൻ ഒരുപാട് കാണിച്ചാലും നിങ്ങൾക്ക് ബോറടിക്കും. അപ്പം നമ്മൾ വേറെ നല്ല നല്ല വിഷ്വൽസ് ഒക്കെ ഉണ്ടെങ്കിൽ, നല്ല നല്ല കാഴ്ചകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തിക്കുക. ഇനിയിപ്പം നമ്മൾ നടന്ന് വേറൊരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നിനും വയ്യ, ഫുഡ് കഴിച്ചു കഴിഞ്ഞു, ഫുള്ള് ടയർഡ്. ലെറ്റ്സ് ഗോ ടു റൂം. സുഖമായിട്ട് ഉറങ്ങാം. ഓട്ടെ. ഈ സക്കുവിൻ്റെ ബ്രദർ വീട്ടിൽ പോവാണ്. നമ്മൾ നാളെ മോർണിംഗ് മീറ്റ് ആക്കുമല്ലേ? അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്, നാളെ കാണാം. വിളിക്കാം. അപ്പോൾ ഈ സക്കുവിൻ്റെ ബ്രദർ ഇന്ന് വീട്ടിൽ പോകണം. അതിൻ്റെ ബ്രദർ ഇവിടെ അടുത്തല്ല. എത്ര ദൂരം ഉണ്ട്? 7 കിലോമീറ്റർ ഉള്ള വീട്. അപ്പോൾ നമ്മൾ നാളെ മോർണിംഗ് അക്കുവിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോയി അതിനൊക്കെ കണ്ട്. മോർണിംഗ് അല്ല, ഈവനിങ് പോകും. തീരുമാനിച്ചില്ല ശരിക്കും, അത് തീരുമാനിച്ചു റിട്ടേൺ വരുമ്പോ പ്ലാനിങ് ആണ്. അതായത് ബാഹുബലി അവിടെ പോയിട്ട് റിട്ടേൺ വരുമ്പോൾ നേരെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള ഏർപ്പാടാണ്. അങ്ങനെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് കേരള ഫുഡ്. പൊളിക്കും ഞങ്ങള്. അപ്പോൾ ഇതൊക്കെയാണ് ഹൈദരാബാദി ഫുഡ്. ചേച്ചി ഹൈദരാബാദാണ്. അതെയാ? ഈ ഏട്ടനാണ് ലവ് മാരേജ് ചെയ്തത്. അപ്പോൾ ഗൈസ്, എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് എൻഡ് ആക്കണം. അതായത് ജിഷ്ണു നമ്മുടെ ചെക്കൻ അവിടെ ഉണ്ട് കേട്ടോ. ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ആക്കണം. നമ്മുടെ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതായത് ഇതാണ് നമ്മുടെ റൂം. പറയുമ്പോൾ റൂമിൻ്റെ ഫ്രണ്ട് കാണിച്ചു തന്നില്ലല്ലോ. ഹോട്ടൽ, അതിപ്പോൾ വെളിച്ചം മാത്രമല്ലല്ലോ, ഹോട്ടൽ എന്താക്കും, ലാപ്പ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ആക്കുകയാണ്. നാളെ തൊട്ടാണ് നമ്മൾ ശരിക്കും നേപ്പാൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നേപ്പാളിലേക്ക് എത്തുന്ന വീഡിയോസൊക്കെയാണ് നിങ്ങൾ കണ്ട്. കിടിലൻ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. നാളെ നമ്മൾ കുറേ സ്ഥലങ്ങൾ പോകണില്ലേ, അടിപൊളി സ്ഥലങ്ങൾ നാളെ പോകണം. നമ്മുടെ യോധ സിനിമയിലുള്ള ഷൂട്ടിംഗ് ലൊക്കേഷൻ, അങ്ങനെ കിടിലൻ സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പം മറ്റൊരു കിടിലൻ വീഡിയോ വരാം. അപ്പം എല്ലാവർക്കും ബൈ, സി യു, ഗുഡ് നൈറ്റ്. ഒരു ബായ് പറഞ്ഞാൽ സി യു. പൊന്നിൻ കാണിക്കൊന്നാടി മൂടി പൂത്തൊരുങ്ങി.